അയ്യോ ആരാ? എന്റെ ഭാര്യ എങ്ങനെ കണ്ടോണ്ടല്ലേ പിന്നെ അവന്റെ ഒരു ഭാര്യ, എനിക്കും ഭർത്താവൊക്കെ ഉള്ളത്, എന്നിട്ട് ഞാനിവിടെ വന്ന് നിൽക്കുന്നില്ല. കൊച്ചെ നിന്നപ്പോ അല്ല അവള് എന്നെ എങ്ങനെ ഇവിടെ വെച്ച് കണ്ടുപിടിച്ചോണ്ട് എന്തോ ഇത് അവൾ എന്നെ കുടിച്ചേർന്ന് ചപ്പന ചന്തിക്കടിക്കും. മോനെ ഇതിനകത്ത് കയറി നോക്കടാ വാടാ. അയ്യോ ചേട്ടനായിരുന്നു അല്ല എന്റെ അച്ഛൻ. എടാ നീ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണോ? നീ അല്ലേ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാലും എന്നെ കാണാൻ വരാം? മോളെ അന്ന് നിന്നെ ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഓർത്ത് ഇപ്പോഴും കയറി വരുവാണോ? മണ്ടിയാണോ നീ? ആ സോഹ, ഇൻസ്റ്റാഗ്രാമിനകത്ത് പുതിയ ഫീച്ചർ വന്നിട്ട് ചാറ്റ് ഒന്നും ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. ഓടി അവിടെ നിന്ന് രാവിലെ കൂടെ ചാറ്റ് ഓപ്പൺ ആക്കിയതല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ അയക്കുന്ന റീലൊന്നും നീ കാണാത്ത എന്താ? സൗണ്ടും വെട്ടോ കുറയ്ക്കട്ടെ. ഇത് ഒളിച്ചും പാത്തൊക്കെ കാണാൻ ഇത് ബ്ലൂ ഫിലിം വല്ലതും ആണോ? ബ്ലൂ ഫിലിമാരുടെ പിന്നെയും കുഴപ്പമില്ല. നീ അമ്മാതിരി അപരാധമൊക്കെ അയക്കും. എങ്ങനെയാ പറയണ്ടേന്ന് അറിയില്ല സോഹ. നീ പോയപ്പോ രാത്രിയൊക്കെ എനിക്ക് നിന്റെ മുഖം ഓർമ്മ വരുന്നു. എടി ഒരു 950 രൂപയിലേടി മേടിച്ച തിരിച്ചു തരാം. ഒന്ന് അടങ്ങ്. നീ ഇപ്പൊ വിളിച്ചെന്തിനാന്ന് പറ. 3 ദിവസം കഴിഞ്ഞ എന്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? നീ അല്ലേ എന്നോട് ഗിഫ്റ്റ് എല്ലാം മേടിക്കാൻ വരുന്നത്? എടി നിന്റെ കെട്ടിയവന് കോണാൻ മേടിക്കുക എന്നെ വിളിച്ചോണ്ട് പോകുന്നത് എന്തിനടി? ആ നായിന്റെ മോനെ സോറി ആ നായയുടെ കെട്ടിയവനെ വിളിച്ചോണ്ട് പോകും. അയാൾ ഒട്ടും റൊമാൻറ്റിക് അല്ല. റൊമാൻറ്റിക് അല്ലെന്ന് എനിക്ക് അന്ന് നിന്റെ മുഖത്ത് നോക്കി ഇതൊക്കെ പറയാനുണ്ടായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പ്ലാസ്റ്റിക് സർജറി ചെയ്തൂടെ? ലവ് പണ്ട്ര മൂഞ്ചിയാടി ഇത്. എങ്ങനെടി അങ്ങനെ നിന്റെ മോന്തെ നോക്കി കിടന്ന് ഉറങ്ങുന്ന ബാക്കിയുള്ള പെൺപിള്ളേരെ പോലല്ലേ നീ? താങ്ക് യു സോഹ. കാണാനും കൊള്ളത്തില്ല, സ്റ്റാൻഡേർഡും ഇല്ല, തേർഡ് റേറ്റ് ചീപ്പ് ആയിട്ട്. സോഹ ഇതൊന്നും അല്ല എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സായത്. പിന്നെ കെട്ടിയാലും ഞാൻ ഒഴിഞ്ഞു പോകത്തില്ല പട്ടി പറഞ്ഞിട്ടാലും രക്ഷയില്ലെന്ന് പറഞ്ഞ